MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വീട്ടിൽ ബാക്കി വരുന്ന ചോറ് കൊണ്ട് ഉണ്ടാക്കാവുന്ന നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്കിനി ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് ചേർക്കാം. ബ്രൗൺ കളർ ഒന്നും ആകേണ്ട, സവാളയൊന്ന് വാടി വന്നാൽ മതി. 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. 1/4 കപ്പ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും കുറച്ച് ഉപ്പ് ചേർക്കാം. 1 മിനിറ്റോളം ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്കിനി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റണം. കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതിനായി 1/2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഏത് അരിയുടെ ചോറായാലും കുഴപ്പമില്ല. ഞാൻ കുത്തരി ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിൽ ഉപ്പ് ചേർത്തതാണ്, അപ്പോൾ അതനുസരിച്ച് ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മാവ് ലൂസായി തോന്നുകയാണെങ്കിൽ കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി കയ്യിൽ അല്പം ഓയിൽ പുരട്ടിയതിന് ശേഷം കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ പരത്തുന്നത്. എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരു സൈഡൊന്ന് മൊരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം.
നമ്മുടെ ഈസി സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. 4 മണി ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.